ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് +1 2024 ചോദിച്ച ക്രിസ്മസ് എക്സാമിലെ 2 ചോദ്യങ്ങളാണ്. അപ്പോൾ 2 ചോദ്യങ്ങൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇത് 3rd ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ വാല്യൂ ഓഫ് 2 sin 15 degree cos 15 degree ഈസ് ഡാഷ്. അപ്പോൾ 2 ടൈംസ് സൈൻ 15 ഡിഗ്രി കോസ് 15 ഡിഗ്രി. അപ്പോൾ കോസ് 15 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് അറിയില്ല. പക്ഷെ ഇതിൽ നമ്മൾ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഏതാണ് റിസൾട്ട്? സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ. ഇവിടെ ഒരു ആംഗിൾ ആണെങ്കിൽ, ഒരു തീറ്റ ആണെങ്കിൽ ഇവിടെ എന്തായി? 2 ടൈംസ് തീറ്റയാണ് അല്ലേ? അപ്പോൾ സൈൻ 2 തീറ്റേനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയത് എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിന്റെ എക്സ്പാൻഷൻ ഫോം ആണ് തന്നിരിക്കുന്നത്. 2 സൈൻ തീറ്റ ഇവിടെ 15 ഡിഗ്രിയാണ്, ഇവിടെ കോസ് 15 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു ദിസ് ഫോർമുല ഇങ്ങനെ എഴുതാലോ. സൈൻ 2 ഇൻറ്റു ഇവിടെ തീറ്റ എത്രയാണ്? 15 ഡിഗ്രിയാണ് അല്ലേ? 15 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ 30 ഡിഗ്രി എന്ന് കിട്ടി. സൈൻ 30 ഡിഗ്രീൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്? 1/2. സോ ബി ഓപ്ഷൻ ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് 75 ഡിഗ്രി. കോസ് 75 ഡിഗ്രി നമുക്ക് ആകെ ശരിക്കും പഠിക്കാനുള്ളത് 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി അല്ലേ? പിന്നെ ഏറിപ്പോയ 90 ഡിഗ്രി. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കണ്ടെത്താനുള്ള രീതിയൊക്കെ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് കോസ് 75 ഡിഗ്രീൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഈ കോസ് 75 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു ഏതൊക്കെ ഡിഗ്രിയാണ് നമുക്ക് അറിയണത്? 30 ഡിഗ്രി അറിയാം, 45 ഡിഗ്രി അറിയാം, 60 ഡിഗ്രി അറിയാം. ഇനി ആദ്യം നോക്കുക, ഇതിൽ നിന്ന് നമുക്ക് 75 ഡിഗ്രി ഫോം ചെയ്യാൻ പറ്റും അല്ലേ? 30 + 45 എന്ന് പറഞ്ഞാൽ 75 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. കോസ് 30 ഡിഗ്രി + 45 ഡിഗ്രി. കാരണം 30 + 45 എന്താണ്? 75 ഡിഗ്രിയാണ് അല്ലേ? കോസ് 75 ഡിഗ്രിയാണ്. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മളുടെ റിസൾട്ട്? കോസ് A + B ഈസ് ഈക്വൽ ടു എന്താണ്? കോസ് A കോസ് B അല്ലേ? കോസ് A കോസ് B മൈനസ് സൈൻ A സൈൻ B അല്ലെ? ഇത് പഠിച്ചിട്ടുണ്ട്. കോസ് A കോസ് B മൈനസ് സൈൻ A സൈൻ B. അപ്പൊ ഇതിൽ A എന്ന് പറയുന്നത് 30 ഡിഗ്രിയും B എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ കോസ് 30 ഡിഗ്രി കോസ് 45 ഡിഗ്രി മൈനസ് സൈൻ 30 ഡിഗ്രി സൈൻ 45 ഡിഗ്രി. ഇതിൻ്റെയൊക്കെ വാല്യൂ നമുക്കറിയാം. കോസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ √3/2 ആണ് അല്ലേ? കോസ് 45 ഡിഗ്രി എന്ന് പറയുന്നത് 1/√2 ആണ്. മൈനസ് സൈൻ 30 എന്ന് പറയുന്നത് 1/2ഉം സൈൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് 1/√2 ആണ്. ഇനി ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ ഇത് വരിക √3/2√2 മൈനസ് 1 × 1 /2√2. ഡിനോമിനേറ്റർ സെയിം ആയതിനാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ആൻസർ √3 - 1/2√2 ഈസ് ദ ഫൈനൽ ആൻസർ. അപ്പോൾ കോസ് 75 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്? √3 - 1/2√2 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 5c4 + 5c3 = nc4 then n ഈസ് ഈക്വൽ ടു ഡാഷ്. ഇങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എത്രയാണ്? ഇതിനെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. 5c4 കണ്ടുപിടിച്ച് 5c3 ഒരു ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എത്ര കിട്ടും എന്നിട്ട് നമുക്കൊന്ന് ഇതിൽ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പക്ഷെ ഇതിന്റെ അപ്പുറം നമുക്ക് ഒരു ഫോർമുല, ഒരു റിസൾട്ട് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മ ഉണ്ടെങ്കിൽ എന്താണ്? nck + nck - 1 ഈസ് ഈക്വൽ ടു n + 1 ck. ഇങ്ങനൊരു റിസൾട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. nck + nck - 1 ഈക്വൽ ടു n + 1 ck എന്നുള്ളത്. അപ്പോൾ ഈ ഒരു റിസൾട്ടിനെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? 5c4 + 5c3 = nc4. അപ്പോൾ ഇനി ഇവിടെ
എൻ നോക്കി നോക്കൂ, ഇവിടെ രണ്ട് സ്ഥലത്തും ഈ എന്നെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ എൻ എന്ന് പറയുന്നത് ഇവിടെ 5 ആണല്ലോ. അപ്പൊ നമുക്ക് അവിടുന്ന് കിട്ടി എന്ത്, n ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. എൻ്റെ വാല്യൂ എത്രയാണ്, 5 എന്ന് കിട്ടി. ഇനി k ഇവിടെ എന്താണ്, 4 ആണ്. k 4 ആണ്. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് k മൈനസ് 1 3 കൊടുത്താൽ k നമുക്ക് എന്താ കിട്ടുക, 4 തന്നെയാണ് കിട്ടുക. ഇനി അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ n എന്ന് പറയുന്നത് 5 ആണ്, 5 പ്ലസ് 1 c, k എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇത് നമുക്ക് എന്താണ് റിസൾട്ട് തരിക, 6c4 ആണ്. ഈ 6c4 നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് n എത്രയെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ nc4, എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് വന്നത്, 6. സോ 6 ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആണ് 6c4നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൊന്നും വേണ്ട, കാരണം ഇത് ഓപ്ഷനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതേ രീതിയിൽ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി വേസ് ക്യാൻ 5 ഗേൾസ് and 3 boys be seated in a row so that no 2 boys are together? എന്താണ് പറയുന്നത്, 5 ഗേൾസ് 3 ബോയ്സിനെ നമുക്ക് ഒരു റോയില് ഇരുത്തണം. പക്ഷെ കണ്ടീഷൻ എന്താണ്, 2 ബോയ്സ് ഒന്നിച്ച് ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എത്ര ഗേൾ ഉണ്ട്, 1 2 3 4 5 ഗേൾസ് ഉണ്ട് അല്ലേ. അപ്പൊ ആദ്യം നമുക്ക് 5 ഗേൾസിനെ ഒന്ന് സീറ്റ് ചെയ്യാം. അപ്പോൾ 5 ഗേൾസിനെ നമുക്ക് എങ്ങനെ ചെയ്യാം, 5 ഫാക്ടോറിയൽ രീതിയിൽ ചെയ്യാലോ. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, സോ അതെത്ര 20 ഇൻറ്റു 6 120 വേസിൽ ചെയ്യാം. ഇത് നമുക്ക് 5 ഫാക്ടോറിയൽ 120 വേസിൽ ഗേൾസിനെ നമുക്ക് എന്ത് ചെയ്യാം, സീറ്റ് ചെയ്യാം. ഇനി ബോയ്സിന്, ബോയ്സ് നോ ബോയ്, കണ്ടീഷൻ എന്താ, നോ 2 ബോയ്സ് ആർ ടുഗെദർ, 2 ബോയ്സ് ഒന്നിച്ചിട്ട് ഇരിക്കാൻ പാടില്ല, സീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോ നമുക്ക് ഏതൊക്കെ വേസിലാണ് ബോയ്സിനെ നമുക്ക് ഇവിടെ സീറ്റ് ചെയ്യാൻ നമുക്ക് നോക്കി നോക്കാം. ഒന്ന് ഇവിടെ സീറ്റ് ചെയ്യാം അല്ലെ. ഇവിടെ എത്ര സ്ഥലമുണ്ട്, 1 2 3 4 5 6 സ്ഥലമുണ്ട്. ഇവിടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബോയ്സിനെ സീറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ആകെയുള്ള ബോയ്സ് എത്ര, നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്, ഓൺലി 3 ബോയ്സ്. അപ്പോ എത്ര പ്ലേസസ് ഉണ്ട്, 6 പ്ലേസസ് ഉണ്ട്. ആ 6 പ്ലേസസിൽ നമുക്ക് എത്ര ബോയ്സിന് ഇരുത്തിയാൽ മതി, 3 ബോയ്സിന് ഇരുത്തിയാൽ മതി അല്ലെ. അറേഞ്ച്മെന്റ് ആണ് ഇത്, പെർമിറ്റേഷന്റെ ഒരു കണക്കാണ് അല്ലെ. അപ്പോ 6 സീറ്റ് ഉണ്ട്, അതിൽ നമുക്ക് എത്ര സീറ്റ് മതി, ഓൺലി 3 സീറ്റ് മതി. അപ്പൊ എത്ര വേസിൽ നമുക്ക് ചെയ്യാം, 6p 3 വേസിൽ ചെയ്യാം. അപ്പൊ 6p3 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, NPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. അപ്പോൾ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പോയി 20 ഇൻറ്റു 6, അതും എന്ത് കിട്ടി, 120 വേസ് ആണെന്ന് കിട്ടി. കഴിഞ്ഞിട്ടില്ല, നമ്മൾ എന്താണ് ചോദ്യം. അപ്പോൾ ബോയ്സിനെ സീറ്റ് ചെയ്യുന്നതും ഗേൾസിനെ സീറ്റ് ചെയ്യും രണ്ടും നമുക്ക് എന്താണ് 120 വേസിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോ ഇൻ ഹൗ മെനി വേസ്, അപ്പൊ ഇവർ രണ്ടാളെയും സീറ്റ് ചെയ്യും. ഇപ്പോൾ ഗേൾസിന് കിട്ടി, ബോയ്സിന് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ വേസ് എന്തായിരിക്കും, അപ്പോൾ ഗേൾസിന്റെ നമുക്ക് ടോട്ടൽ വേസ് എത്ര കിട്ടി, 120 വേസ് ആണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ബോയ്സിന്റെ നമുക്ക് മനസ്സിലായി 120 വേസിൽ ചെയ്യാം. So what will be total number of ways? Total number of ways is equal to 120 into 120. 12 into 12 144, 0. അപ്പോൾ 14,400 വേസിൽ നമുക്ക് ഈ ബോയ്സിനെയും ഗേൾസിനെയും എന്ത് ചെയ്യാം, ഇവിടെ സീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അതിൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറേ ചോദ്യങ്ങൾ ചെയ്തെടുക്കാണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചെയ്ത് പഠിക്കുക. മാത്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. കുറേ നമ്മൾ നോക്കി എഴുതി എടുത്താലൊന്നും മാത്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കോർ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചോദിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.